ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുഞ്ചി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരെയും റിയാക്ട് ചെയ്യാം. അതായത് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല കാര്യമില്ല, അമ്മാതിലുള്ള അപരാധ വീഡിയോസാണ് ഇപ്പോൾ എൻ്റെ ഫീഡിൽ വന്ന് കൂടുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് മാറ്റി വെച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നു. കാരണം ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, നിങ്ങളും കൂടെ കുറച്ചൊന്ന് അനുഭവിക്കണമെന്ന് വിചാരിച്ചാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോ കാറ്റഗറിയിലേക്ക് പോകാം. അതെ, സത്യമായിട്ടും ആ ചേച്ചി പറഞ്ഞ വളരെ കാര്യമാണ്. പിന്നെ കക്കൂസിലാണ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചേച്ചി വിശ്വാമോസിക്കൻ അറിയാമോ എന്ന് ചോദിക്കണത്. ഒരു 5 വയസ്സിലെ ബോധം വേണ്ടി നിനക്കൊക്കെ. ഒരാൾ വാഷ്റൂമിൽ ചെന്ന് അവരവരുടെ ബസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, നീയൊക്കെ ചെന്നിട്ട് ഈ ബോധത്തെ വേമുണ്ടാ അല്ല. സത്യമായിട്ട് ആ ചേച്ചി സാറിന് ഞാനാണെ പറയുന്നത്, ഓ മോനെ അവിടെ ഞങ്ങൾ ഇപ്പം ഇട്ട് കളഞ്ഞേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് ഫ്ലഷ് ചെയ്ത് കളയും, വേണം അതിന് ഉപയോഗിച്ചൊന്ന് വീഡിയോ എടുത്തോളം ഞാൻ പറഞ്ഞു. എന്താ ഇത് എന്ത് വരണ വരന്ന് എന്ത് ചോദ്യം ചോദിക്കണേ, ആരെ വിശ്വസിച്ചു? ഇതെനിക്ക് ചോമ വരുമ്പോഴുള്ള സൗണ്ടാണ്. ഇതൊക്കെ മ്യൂസിക്കാണ്. ശരി, സമ്മതിച്ചു. എന്റെ ബർത്ത്ഡേ ജോയിന്റ് അടിക്കണം അതറിയാം. സോങ് ഉണ്ടായിരുന്നല്ലോ പണ്ടുണ്ടെങ്കിൽ, ആ ഒരു സാധനം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ എനിക്ക് പാടാൻ അറിയില്ല, പക്ഷെ അവന്റെ ഒരു എല്ലാ വീഡിയോസും ഞാൻ കാണാം. ഇപ്പൊ ഈ അടുത്തൊന്ന് യൂട്യൂബിൽ ഇറങ്ങിയായിരുന്നല്ലോ, കാണാം. വിഷുവിന് അയ്യോ നല്ല ഫാനാണ്. പാട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാനില്ല പാട്ട് ട്രൈ ചെയ്യാനാണ്. ഇന്നെന്റെ ബർത്ത്ഡേ ജോയിന്റ് അടിക്കണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറിക്കണം. ഇതൊക്കെയാണോടാ പാട്ട്? അടിയിൽ ഞാൻ അംഗനവാടി കണ്ട സീനാണ്, ഉള്ള കാര്യം പറയാല്ല. അംഗനവാടി ഞാൻ ഇതൊക്കെ ഒരു പാട്ടായിട്ടാണ് അവിടെ എടുക്കുന്നത്. ഇതിനൊക്കെ അവതാരമല്ല, ഇതൊക്കെ അപരാധ പിറവി എന്ന് വേണം പറയാൻ. ഇതിനൊക്കെ ഫാൻസ് ഒരു 2-3 പാട്ടെടുത്ത് കേട്ടില്ല, ഞാൻ മാത്രം അവതരിച്ച പോലല്ലേ. എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റൂല എന്നെ പൊന്നെ, എന്നെ കൊണ്ട് പറ്റൂല. ഇതൊന്നും ഒരു മ്യൂസിക് സെൻസ്. അതിന് മ്യൂസിക് എന്ന് പറഞ്ഞ് വേറെ പറയണത്. ഈ വഴുതികളെ പോയി ഇവന്റെ വേറെ കുറെ വീഡിയോസ് എന്റെ പൊന്നി വഴുതികളെ പോയി ദൂരെ ചിക്കൻ കണ്ടു. നമുക്ക് വീഡിയോ ഒക്കെ വിഷുവിനെ കണ്ടറിയാമോ? എനിക്കിതിലൊന്നും ഒന്നും പറയാനില്ല. വീഡിയോ നോക്കട്ടെ. മോളെ അതിന് ഫെബ്രുവരി എന്നാണ് പറയണത്. ഈ വാദിജാതിനൊക്കെ ആരടാ കൊണ്ടുവന്നത് ആഡ് എടുക്കാൻ നിർത്തിയത്? എല്ലാവർക്കും ഷെയർ ചെയ്യും. ആ ദിവസം രാത്രി 8 മണിക്ക് നിങ്ങൾക്ക് 90% ഡിസ്കൗണ്ടിൽ എല്ലാം. കഴിഞ്ഞ സെയിലിൽ ഒരുപാട് പേർ ഈ കാണുന്ന 2000 രൂപയുടെ OnePlusന്റെ ഇയർബഡ് 390 രൂപയ്ക്കും അതേപോലെ TV 11 രൂപയ്ക്കും മേടിച്ചു. ഇത് മാത്രമല്ല, ഈ ചാനലിൽ നിങ്ങൾക്ക് 1 രൂപ ഡീലുകളിൽ ലഭിക്കും. ഈ സെയിലിൽ തുണികളും വീട്ടുപകരണങ്ങളും നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ഇതെല്ലാം എങ്ങനെ നേടാം? അതിനാൽ നിങ്ങൾ എന്റെ ബയോ ലിങ്കിൽ പോയിട്ട് ഡീൽസ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് സെയിലിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇതാരും ഫെബ്രുവരി 5 കാണാം. കാത്തിരുന്നാൽ മതി. അതെ, അപ്പം ഈ ചേച്ചി പറഞ്ഞ രീതിയിൽ ഫെബ്രുവരി 5 നിങ്ങൾക്ക് ഐഫോണൊക്കെ 1000 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ, അത് 15 Pro Max 1000 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഡിൽഡോസ് എന്ന് പറയുന്ന പേജിൽ പോയി കുത്തിയിരുന്ന് കമൻറ്റ് ഇട്ടാൽ മതി, കിട്ടും. ഡയറക്റ്റും കിട്ടുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ വേഗം ചെന്ന് കമൻറ്റ് ഇട്ടു. എൻ്റെ വേഗം തന്നെ കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്കിതൊക്കെ പറയാനുള്ളൂ.
കുഞ്ഞിക്കോട്ട താഴെ നാടണം എൻ്റെ വായിരിക്കണം നിനക്ക്. പഴുത്ത് ചോദിച്ച് പോയവൻ ഓമ്പി. എന്തിനാണ് ബോധയിലെത്തന്മാരോട് ഓരോന്ന് പറയാൻ പോകുന്നത്? കുഞ്ഞിക്കൂട്ടർ തപ്പി ഇടന്നല്ലേ, എന്തിനാണ് നല്ല ആവശ്യം ഉണ്ടായിട്ട്? അതെ, അഭിചേട്ടൻ കാണിച്ചത് വളരെ മോശമായി പോയി. പുള്ളിക്കാരൻ്റെ കുഞ്ഞുട്ടനെ കൊണ്ട് ഇങ്ങനെ എടുത്തോണ്ട് പോകുമ്പോൾ ഒന്ന് പറയണ്ടേ? പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകാം. നിങ്ങളിങ്ങനെ എന്തോന്നാണ് കുട്ടായത്? ഇത് നാളെ പ്രായമായില്ലേ? എന്ത് വിവരമില്ലാത്ത അവരാതുകൊണ്ട് പറയണത്? എടാ കൊച്ചിനെ വാഴ തന്തയ്ക്ക് വിളിച്ചേരാ. ഇതൊക്കെ എങ്ങനെയാടാ സീരിയല് ഷൂട്ട് ചെയ്യണം? അതിൻ്റെ പുണ്യ ഡയറക്ടർമാർ നിങ്ങളെ കയ്യാതെ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങി വന്നത് എങ്ങനെ പോകുന്നു? ഇതൊക്കെ വേറെ വെറൈറ്റി ചിന്താഗതിയാണ്. സത്യം പറയാല്ലേ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ പ്രത്യേക രീതി മനക്കട്ടി വേണം. അത്രയൊന്നും എനിക്കില്ല. ഇത് സെയിം സാധനം ഞാൻ വേറെ സ്ഥലത്ത് വന്നിരുന്നു. ഞാൻ ഇപ്പം എൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഇതൊക്കെ പൊതുവെ ഇങ്ങനെ രാത്രിയൊക്കെ കണ്ടിട്ടുള്ളൂ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ. ഞങ്ങളുടെ ചങ്കാണ് പങ്കാളി. അവതാരം ഈ മാമ അതൊന്നും കാണണ്ട എനിക്ക്. മിണ്ടായിരുന്നു ആയിരിക്കണമല്ലേ അങ്ങനെ കള്ളകളവാ. അയ്യോ, ഇവനൊന്നും ചത്തില്ലേ? ഉണ്ടല്ലോ ഇപ്പഴും ജീവനോട്. ഇവരെ അറിയാത്തവരായിട്ട് ചുരുക്കം മലയാളികളെ കാണുന്നു. ടൈലർ സ്വിഫ്റ്റ് സോങ്. ടൈലർ സ്വിഫ്റ്റ്. ഓ ഓ ഓ, അയ്യോ, യുവർ ladies and gentlemen, will you please stand? Okay friends. അമ്മാ, വല്ലാത്തൊരു മാമയായിപ്പോയി. പുത്തരി വേണം. എന്താ കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അവനെ ഹഗ് ചെയ്താനല്ലേ ഈ കുശുമ്പ്? നീ ആരെ വേണേലും കെട്ടിപ്പിടിച്ചോടി, എനിക്കെന്താ? അങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിക്കില്ല. വായിന്ന തമ്പാക്കരുത് കളഞ്ഞ് ബാക്കിയിടാം. ഏതാണോ എന്തോ. ഹായ് ലുക്കുകളെ, അപ്പോൾ ഞാൻ നൗഫൽഖാൻ കുട്ടായി. അയ്യോ, നിന്റെ അടുത്തുള്ള ഒരു കൂട്ട് എനിക്ക് വേണ്ടേ? നീ ഏതാ കുട്ടായി. നീ അങ്ങനെ കൂട്ടൊന്നും പറഞ്ഞ. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എലനോസ് പാട്ട എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ടല്ലോ. ആ കുട്ടി ഒരുപാട് ദിവസമായി മെസ്സേജ് അയക്കുന്നത് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ Do you remember her? പാടിക്കോ. റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ട് പാടാൻ വേണ്ടി പോവാണ്. ഓക്കെ. സക്കത്തന്തവളെ സക്കര എന്തിലൊക്കെ തവളയെന്ന് പറയണ കേട്ട് ഞാൻ, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഭയമേ മാറിപ്പോവാൻ കണ്ണീരൊപ്പാരും വരണ്ട, ഭയമേ കണ്ണീരൊപ്പാൻ വരണ്ട. സക്കത്തന്തവള ഗന്ധമത്തായ മറന്നുപോയില്ലടാ ഇത്. ഹായ് ലുക്കുകളെ, അപ്പൊ ഞാൻ നൗഫൽഖാൻ കുട്ടായി. ഇത് കേട്ടപ്പോ എനിക്ക് ജമ്മത്ത് നിന്റെ ഒരു കൂട്ടം വേണ്ട എന്റെ പൊന്നേ. ഞാൻ വിട്ട് നമിച്ച്. എടാ, അവൻ പാടിയ പാട്ട് ഞാൻ ഒറിജിനൽ പാട്ട് തമ്മിൽ മറന്നു. ഇതും എന്തോ സക്കത്തൻ്റെ അവള് മറ്റേത് ആവേശത്തിലെ പാട്ടല്ലേ? അതെന്നാണ് എൻ്റെ വിശ്വാസം. ആവശ്യമുള്ള പാട്ടില്ല. കൂട്ടാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരാധം കാണുന്നു. വല്ലാത്തൊരു കൂട്ടായിപ്പോയി. ഗൈസ്, ഇന്നത്തോടുകൂടി ഇത്രയും അപരാധം വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള അപരാധം ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരുന്നതായിരിക്കും.
ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ വീഡിയോ സജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല, നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും ഇങ്ങനെയൊക്കെയാണെങ്കിൽ. അപ്പോൾ ഗൈസ് എല്ലായിടത്തും പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോ കാണാൻ. ബൈ ബൈ ബൈ.